കഞ്ചിക്കോട് ബ്രൂവറി അനുവദിച്ചതിൽ എന്ത് കിട്ടിയെന്നാണ് വി.ഡി. സതീശൻ എം.പി. രാജേഷിനോട് ചോദിച്ചത്. കഞ്ചിക്കോട് ബ്രൂവറി വരുന്നത് തടഞ്ഞാൽ എന്ത് കിട്ടുമെന്ന രാജേഷിന്റെ മറുചോദ്യത്തിന് സതീശൻ ഇതേവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഈ വിവാദത്തിന്റെ ബാക്കി പത്രം ഇതാണ്. കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സ്പിരിറ്റ് ലോബിയുടെ ശിങ്കിടികളാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്ന് സമർത്ഥമായി എം.പി. രാജേഷ് സ്ഥാപിച്ചു കഴിഞ്ഞു. രാജേഷിന് പ്രതിപക്ഷം ഒരുക്കിയ കുരുക്കിൽ ഇപ്പോൾ പ്രതിപക്ഷം തന്നെ പെട്ടുകിടക്കുന്ന കാഴ്ചയാണ്. കേരളത്തിന് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളും എഥനോളും ആവശ്യമുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ സമ്മതിക്കില്ല. അതാണ് വാശി. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളും എഥനോളും കൂടി 40 കോടി ലിറ്ററാണ് കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ എത്തിയത്. 8 കോടി 34 ലക്ഷം ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് കൂടിയാകുമ്പോൾ നടന്നത് 3000 കോടിയുടെ ബിസിനസ്. ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് 400 കോടിയുടെ ബിസിനസ് വേറെ. കേരളത്തിൽ സ്വന്തമായി സ്പിരിറ്റ് നിർമ്മാണം ആരംഭിച്ചാൽ ഈ 3000 പ്ലസ് 400 കോടിയുടെ ബിസിനസ്സിനെയാണ് അത് ബാധിക്കുക. ഈ മർമ്മത്താണ് എം.പി. രാജേഷ് കൃത്യമായി പ്രഹരിച്ചത്. രാജേഷിന്റെ വാക്കുകൾ കേൾക്കാം. കേരളത്തിലേക്ക് ദശലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഒരു കർണാടക കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേര് ഹർഷ ഷുഗേഴ്സ്. അവരുടെ വെബ്സൈറ്റിലെ വിശദാംശമാണ് ഞാൻ പറയുന്നത്. ഹർഷ ഷുഗേഴ്സിന്റെ ചെയർപേഴ്സന്റെ പേര് ശ്രീമതി ലക്ഷ്മി ആർ ഹെബ്ബൽക്കർ. ചെയർപേഴ്സന്റെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് മദ്യക്കമ്പനിയുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. എന്തൊക്കെയാണ് സ്ഥാനങ്ങൾ? MLA ബെൽഗാവി ഗ്രാമീൺ, മിനിസ്റ്റർ ഇൻ കർണാടക ഗവൺമെന്റ്, മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ്, പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രി കൂടിയാണ് ഈ സ്പിരിറ്റ് കമ്പനി ഉടമ. സ്പിരിറ്റ് കമ്പനി ഉടമയ്ക്ക് വനിതാ ശിശുക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയും എന്ന് കോൺഗ്രസിന് ഉത്തമ വിശ്വാസമുണ്ട്. ഈ കമ്പനിയുടെ MDയുടെ പേര് ചന്നരാജ് ബി ഹട്ടിഹോളി. എന്താണ് വെബ്സൈറ്റിൽ, കമ്പനി വെബ്സൈറ്റിൽ ഈ ചന്നരാജ് ബി ഹട്ടോളിയുടെ സ്ഥാനം MLC ബെൽഗാവി. എം.പി. രാജേഷിന്റെ ഈ വെളിപ്പെടുത്തൽ കേട്ട ഭാവം നടിച്ചിട്ടില്ല ചെന്നിത്തലയും വി.ഡി. സതീശനും. കർണാടകത്തിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയും മഹിളാ കോൺഗ്രസ് നേതാവുമായ ലക്ഷ്മി ഹെബ്ബാൽക്കർ, ബെൽഗാവിയിലെ കോൺഗ്രസ് MLA ചന്നരാജ് ഹട്ടിഹോളി, കർണാടക യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മൃണാൾ ഹെബ്ബാൽക്കർ ഇവരുടെ ഡിസ്റ്റിലറിയിൽ നിന്നാണ് കേരളത്തിലേക്ക് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന്റെയും എഥനോളിന്റെയും സിംഹഭാഗവും കൊണ്ടുവരുന്നത്. കേരളത്തിൽ ഇത് രണ്ടും ഉൽപ്പാദിപ്പിച്ചാൽ സ്വാഭാവികമായും അത് ഹർഷ ഷുഗർ മദ്യക്കമ്പനി അടക്കമുള്ളവരുടെ കച്ചവടത്തെ ബാധിക്കും. മറ്റ് മദ്യക്കമ്പനികൾക്ക് വർഷം തോറും 3000 കോടിയാണ് നഷ്ടം. അതുകൊണ്ട് ഒയാസിസിന്റെ സ്പിരിറ്റ് നിർമ്മാണശാല കേരളത്തിൽ വരുന്നത് തടയാൻ അവർ എന്ത് വിലയും കൊടുക്കും. ഇതാണ് കോൺഗ്രസിന്റെ എതിർപ്പിന്റെ മൂല കാരണമെന്ന് എം.പി. രാജേഷ് തുറന്നടിച്ചു. അപ്പോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡയറക്ടറും കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിസഭയിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ചെയർപേഴ്സണും പിന്നെ കർണാടകയിലെ കോൺഗ്രസ് MLC MDയുമായിട്ടുള്ള കമ്പനി കേരളത്തിലേക്ക് വൻതോതിൽ സ്പിരിറ്റ് കൊണ്ടുവരുന്നതാണ്. അപ്പോ ശ്രീ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല മുതൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെയുള്ളവരുടെ വേദന എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാനുണ്ടോ? സ്പിരിറ്റ് മാത്രമല്ലല്ലോ കൊണ്ടുവരുന്നത്, കോൺഗ്രസിന് ആവശ്യമായിട്ടുള്ള സകല ദ്രവ്യവും ഈ വഴിക്ക് കർണാടകയിൽ നിന്നല്ലേ വരുന്നത്. അപ്പൊ അവർക്ക് കുറച്ച് വിഷമം കാണും. അതുകൊണ്ടാണ് അവർ ഇത്ര ഹാലിളകിയ മട്ടിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ രഹസ്യം യഥാർത്ഥത്തിൽ എളുപ്പത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിയുമായിരുന്നതേ ഉള്ളൂ. കർണാടകയിലെ കോൺഗ്രസ് അടിമുടി സ്പിരിറ്റ് രാജാക്കന്മാരുടെ കൈവശമാണ്. അതിവിപുലമായ ബിസിനസ് സാമ്രാജ്യമാണ് അവരുടേത്. പ്രബലമായ കുടുംബങ്ങൾ, പ്രധാനികളെല്ലാം കോൺഗ്രസ് നേതാക്കൾ, MLAമാരും മന്ത്രിമാരും ഒക്കെ ഉണ്ട് അവരിൽ. ഹർഷ ഷുഗേഴ്സിന്റെ ഡയറക്ടർ മൃണാൽ ഹെബ്ബാൽക്കർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല, ലക്ഷ്മി ഹെബ്ബാൽക്കറിന്റെ മകനും കൂടിയാണ്. ബെൽഗാവി റൂറലിൽ നിന്ന് മത്സരിച്ചു തോറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും. കർണാടക കോൺഗ്രസിൽ നിയമസഭാ സീറ്റും അധികാരവും പാർട്ടിയിലെ സ്ഥാനമാനങ്ങളുമെല്ലാം സ്പിരിറ്റ് ലോബിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ്. ബെൽഗാവിയിലെ മറ്റൊരു സ്പിരിറ്റ് രാജാവായ സതീഷ് ജാർക്കിഹോളിയാണ് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ്. അദ്ദേഹം സിദ്ധരാമയ്യ മന്ത്രിസഭയിലെ PWD മന്ത്രിയാണ്. ഇവരൊക്കെ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം പോകാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയില്ല എന്ന് അസന്നിഗ്ധമായി സ്ഥാപിക്കാൻ ബ്രൂവറി വിവാദം എം.പി. രാജേഷ് സമർത്ഥമായി ഉപയോഗിച്ചു. ആരോപണത്തിന്റെ തുടക്കം മുതൽ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഉന്നയിച്ചതെല്ലാം അസംബന്ധവാദങ്ങളായിരുന്നു. ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത മദ്യനയത്തിന് വിരുദ്ധമായാണ് ബ്രൂവറി അനുമതി എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. പക്ഷേ 2023-24 മദ്യനയത്തിൽ പറഞ്ഞതിനപ്പുറം സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു. 1999 മുതൽ കേരളത്തിൽ പുതിയ ഡിസ്റ്റിലറികൾ അനുവദിച്ചിട്ടില്ല. ആ നയത്തിൽ നിന്ന് പിണറായി സർക്കാർ വ്യതിചലിച്ചു എന്നായിരുന്നു അടുത്ത വാദം. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവയിൽ 7 സ്വകാര്യ ഡിസ്റ്റിലറികളും അതിനുശേഷം UDF കാലത്താണ് അനുവദിച്ചത് എന്ന് സർക്കാർ തിരിച്ചടിച്ചതോടെ UDFന്റെ ആ വാദവും പൊളിഞ്ഞു. ടെൻഡർ വിളിച്ചില്ല എന്നായിരുന്നു അടുത്ത ആരോപണം. ഇത്തരം കാര്യങ്ങളിൽ ടെൻഡർ വിളിക്കേണ്ടതില്ലെന്നും
UDF കാലത്ത് ടെൻഡർ വിളിക്കാതെയാണ് ബ്രൂവറിയും ഡിസ്റ്റിലറിയും അനുവദിച്ചത് എന്നും തെളിഞ്ഞു. ഒയാസിസ് പഞ്ചാബിൽ ജലമലിനീകരണം നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു അടുത്ത വിമർശനം. അക്കാലത്ത് പഞ്ചാബ് ഭരിച്ചത് അമരീന്ദർ സിംഗിന്റെ കോൺഗ്രസ് സർക്കാരാണെന്നും പരിസ്ഥിതി മലിനീകരണത്തിന് ആ സർക്കാർ നടപടിയെടുക്കാത്തതിന് കാരണം എന്ത് കമ്മിറ്റ്മെന്റ് ആയിരുന്നു എന്നും MP രാജേഷ് ചോദിച്ചതോടെ ആ വിമർശനത്തിന്റെ മുനയുമൊടിഞ്ഞു. ജലചൂഷണമായിരുന്നു അടുത്ത ആരോപണം. കഞ്ചിക്കോട് മേഖലയിൽ കടുത്ത കുടിവെള്ളക്ഷാമം ഉണ്ടാകുമത്രേ. വ്യവസായ ആവശ്യത്തിനുള്ള വെള്ളം മലമ്പുഴ ഡാമിൽ നിന്ന് വാട്ടർ അതോറിറ്റി നൽകുമെന്നും ഇപ്പോൾ തന്നെ പാലക്കാട് കിൻഫ്ര പാർക്കിലെ വ്യവസായ ആവശ്യങ്ങൾക്ക് പ്രതിദിനം 8 ലക്ഷം ലിറ്റർ വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെന്നും അറിയിച്ചതോടെ ആ വാദത്തിന്റെ കാറ്റും പോയി. എലപ്പുള്ളി പഞ്ചായത്തിന് വിവരമറിയിച്ചില്ലെന്നായിരുന്നു അടുത്ത വാദം. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത മീറ്റിംഗിന്റെ മിനിറ്റ്സ് പുറത്തുവിട്ടതോടെ ആ വാദവും അണഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതാര് എന്ന നെഞ്ചിൽ തറയ്ക്കുന്ന ചോദ്യം MP രാജേഷ് ഉന്നയിച്ചതോടെ സകല ആയുധവും വെച്ച് കീഴടങ്ങേണ്ട സ്ഥിതിയായി പ്രതിപക്ഷത്തിന്. ഇവിടെയാണ് MP രാജേഷിന്റെ മാസ്റ്റർ സ്ട്രോക്ക് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഒരു ഗൃഹപാഠവും ചെയ്യാതെ ഒരു ദിവസത്തെ ആയുസ് പോലും ഇല്ലാത്ത വാദങ്ങൾ ഉയർത്തി അസംബന്ധ കാരണങ്ങൾ പറഞ്ഞ് 1,600 പേർക്ക് പ്രത്യക്ഷമായും 2000-ഓളം പേർക്ക് പരോക്ഷമായും തൊഴിൽ കിട്ടുന്ന ഒരു വ്യവസായ നിക്ഷേപ പദ്ധതിയെ എന്തിനാണ് UDF ഇങ്ങനെ വാശിയോടെ എതിർക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഈ എതിർപ്പ്? മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് ഇവിടെ കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ ഇത് ഉൽപ്പാദിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് വാദം. വിചിത്രമായ ഈ വാശിയുടെ ഗുട്ടൻസ് എന്ത് എന്ന് സ്വാഭാവികമായും ആരിലും സംശയമുയരും. ഹർഷ ഷുഗേഴ്സിന്റെ ഉടമസ്ഥരുടെ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ആ സംശയങ്ങൾക്കാണ് MP രാജേഷ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിന് ഫണ്ടും നേതാക്കൾക്ക് വട്ടച്ചിലവിനുള്ള ചിക്കിലിയും നൽകുന്ന കർണാടകത്തിലെ സ്പിരിറ്റ് രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള വിടുപണിയാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം. സംശയലേശമന്യേ അത് തെളിയിക്കാൻ MP രാജേഷിന് കഴിഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൽ ഇന്നോളം ഉയർന്ന അഴിമതി ആരോപണങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു ആരോപണ കർത്താക്കളെ തിരിഞ്ഞുകുത്തുന്നത്. രമേശ് ചെന്നിത്തലയും VD സതീശനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിയമസഭയിൽ വളരെ ജൂനിയറാണ് MP രാജേഷ്. MLA ആയിട്ട് 3 കൊല്ലമേ ആകുന്നുള്ളൂ, മന്ത്രിയായിട്ട് 2 കൊല്ലവും. രാജേഷിന് നേരെ വന്ന ആദ്യത്തെ അഴിമതി ആരോപണമാണ് ബ്രൂവറി കേസ്. ആരോപണം ഉന്നയിച്ചതോ 2 തവണ മന്ത്രിയും അത്യുന്നത കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയും സഭാ ചട്ടവും നടപടിക്രമങ്ങളും അരച്ചു കലക്കി കുടിച്ച VD സതീശനും ചേർന്ന്. ഘടാഘടിയന്മാർ ഇരുവരും ചേർന്ന് മസിൽ പെരുപ്പിച്ചിട്ടും രാജേഷിന്റെ ആത്മവിശ്വാസത്തിന് ഒരു പോറൽ പോലും ഏറ്റില്ല. മാത്രമല്ല, മന്ത്രിയുടെ പ്രത്യാക്രമണത്തോടെ ഇരുവരും പുലിവാല് പിടിച്ച സ്ഥിതിയിലുമായി. പ്രതിപക്ഷ നിരയിലെ സീനിയേഴ്സിന്റെ ആരോപണങ്ങളിലെ അസംബന്ധം തുടക്കം മുതൽ MP രാജേഷ് ഒന്നൊന്നായി തുറന്നു കാണിച്ചു. അതിലൂടെ പ്രതിയോഗികളുടെ ബഹുമാന്യതയും വിശ്വാസ്യതയും തകർത്തു. തുടർന്ന് അവർക്ക് പിന്നിൽ ചരട് വലിക്കുന്ന സ്പിരിറ്റ് ലോബിയെ അണിയറയിൽ നിന്ന് വലിച്ചു പുറത്തിട്ടു. പ്രതിപക്ഷത്തിന്റെ അസംബന്ധങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളെ ഒരു കരുണയുമില്ലാതെ വിമർശിച്ചുകൊണ്ടാണ് MP രാജേഷ് ഈ ദൗത്യം നിർവഹിച്ചത് എന്നും എടുത്തു പറയണം. ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിലും പ്രത്യാക്രമണം നയിക്കുന്നതിലും അനുകരണീയമായ ഒരു മാതൃക MP രാജേഷ് സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. രാജേഷ് ഒരുക്കിയ ഈ കത്രികപ്പൂട്ടിൽ നിന്ന് ചെന്നിത്തലയും സതീശനും എങ്ങനെ ഊരിപ്പോകുമെന്ന് കണ്ടു തന്നെ അറിയണം.